പഹൽഗാം ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടിയിലെ ചില ആളുകൾ പറയുന്നു. ഇപ്പോൾ ശശി തരൂർ പറയുന്നു അതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നിരന്തരമായി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ആക്രമണം ഉണ്ടാകുന്നു, നമ്മൾ പലതും പരാജയപ്പെടുന്നു, അത് ചർച്ച ചെയ്യുന്നില്ല. എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അതുമാത്രം പർവ്വതീകരിക്കപ്പെടുന്നു. നമ്മൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതല്ല. അപ്പോൾ ശരിയായ ഒരു നിലപാടല്ലേ ശശി തരൂർ സ്വീകരിച്ചത്? ശശി തരൂരിൻ്റെ ഈ സംഭാഷണം ദേശസ്നേഹപരമായിട്ട് ഏതൊരു പൗരനും നടത്തുന്ന സംഭാഷണമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം നമുക്കും അതേ പറയാനുള്ളൂ. നമ്മൾ ഇപ്പോൾ വലിയ തോതിൽ ഇതിനെ സിദ്ധാന്തവൽക്കരിക്കാൻ നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പ്രായോഗികമായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കുന്നത്. അവർ നമ്മളുടെ നിരപരാധികളായ 20 ആളുകളെ വെറുതെ വെടിവെച്ചു. നമ്മളെന്താ ചെയ്യുന്നത്? സാധാരണക്കാരൻ പറയും അവരാരെങ്കിലുമൊക്കെ കുറേ പേരെ കൊല്ലാൻ പറയും. അത് അല്ല തരൂർ പറയുന്നത്. തരൂർ പറയുന്നത് പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള നടപടികളെന്ന് പറയുന്നത് ബോധപൂർവം നിരന്തരമായിട്ട് ആസൂത്രണം നടത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രക്രിയയുടെ തുടർച്ചയാണ്. അതുകൊണ്ട് അത് അതിർത്തി ലംഘിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ താർക്കണം. അതാണ് ഏറ്റവും പ്രധാനം. സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടാവും, അത് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ പട്ടാളം ഇത്തിരി ജാഗ്രത കുറച്ച് അവിടെ ഇല്ലാതായിരുന്നു. മറ്റതങ്ങനെയല്ലേ എപ്പോഴും അവിടെ റോം തീറ്റിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവർക്ക് കയറി ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അത് ചർച്ച ചെയ്യുന്നതിൽ അപ്രസക്തമാണ്. നമ്മൾ ഇങ്ങനെ സുരക്ഷയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. പറ്റും. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ല. നമ്മുടെ പട്ടാളക്കാർ നിരന്നു നിന്നിട്ട് മാത്രമാണോ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാനായിട്ട് പറ്റേണ്ടത്? അല്ല. പട്ടാളമൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയായി മാറിത്തീരുന്നത്. അതിന് സൗകര്യം നൽകുന്നില്ല പാകിസ്ഥാൻ. മാത്രമല്ല, ഈ പഹൽഗാമിൽ ഇപ്പോൾ ആക്രമണം ഉണ്ടായ സമയത്ത് സുരക്ഷാ വീഴ്ച നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലായ്പ്പോഴും നമുക്ക് പട്ടാളക്കാരെ നിരത്തി തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. പക്ഷെ അവിടെയുള്ള കുതിരക്കാരിൽ ചിലർ പോലും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നും അവിടുത്തെ തദ്ദേശവാസികളായ 14 പേരുടെ ചിത്രങ്ങൾ പുറത്ത് വിടുന്നുവെന്നും അന്വേഷണ സംഘം പുറത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഈ തദ്ദേശവാസികൾക്ക് മുന്നിൽ വേഷപ്രച്ഛന്നരായി എത്തിയത് ഭീകരവാദികളാണെന്ന് അറിയാവുന്നവരുമുണ്ട്, അറിയാത്തവരുമുണ്ട്. അപ്പോൾ അറിയാത്തവരാണ് അവിടെ ടൂറിസം ഉപജീവനമായിട്ട് വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ അവരെ പിടിച്ചു പുറത്താക്കുകയല്ലേ വേണ്ടത്? അതങ്ങനെ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ ഈ നമ്മൾ ഇൻ്റലിജൻസ് വീഴ്ച എന്നൊക്കെ പറയുന്നത് അവരിങ്ങനെ വേഷം മാറിയൊക്കെ നമ്മളുടെ സ്ഥലത്ത് വളരെ ലാഘവബുദ്ധിയോടുകൂടി സഞ്ചരിക്കാനായിട്ടുള്ള സൗകര്യമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വീഴ്ചയാണ്. പക്ഷേ ആ വീഴ്ചയൊക്കെ ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ല. നമ്മളെ അവരാക്രമിക്കുകയും നമ്മുടെ ആളുകളെ കൊല്ലുകയും ചെയ്യുമ്പോൾ മറ്റൊരു കാര്യത്തിനും ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ ആക്രമിച്ചിരിക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ പ്രവർത്തിക്കണം എന്നാണ് ശശി തരൂർ പറയുന്നത്. അത് ഏറ്റവും ശരിയായിട്ടുള്ളൊരു നിലപാടായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അങ്ങനെയല്ലാതെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരുന്നിട്ട് എന്തായാലും സുരക്ഷാ വീഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ മറ്റ് ചില പ്രശ്നങ്ങൾ 370 പിൻവലിച്ചു, അതിൻ്റെ പേരിലാണ് ഇത് നടന്നത് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? 370 പിൻവലിച്ചാൽ ഈ നിഷ്കളങ്കരായ മനുഷ്യരെയൊക്കെ വെടിവെച്ചു വരും, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ വെടിവെച്ചു വരും, കാശ്മീരികളെ വെടിവെച്ചു വരും. അതാണല്ലോ ചോദ്യം. കാരണം മറ്റതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പല കാര്യങ്ങളും മനുഷ്യർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലൊക്കെ കഴുത്തറക്കലാണ് ജോലി, അല്ലെങ്കിൽ വെടിവെച്ചുമല്ല. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ശശി തരൂർ എടുത്തിരിക്കുന്ന ഈ നിലപാടെന്ന് പറഞ്ഞതിനിടയിൽ വളരെ ബോൾഡായിട്ടുള്ള നിലപാടാണ്, എടുക്കേണ്ട നിലപാടാണ്, അത് കൃത്യതയുള്ളതാണ്. അത് ആണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലൊരു പ്രതികരണമൊക്കെ നടത്തി. ശരിയാണ്, കാശ്മീരിൻ്റെ ഭാഗത്തുണ്ടായത് ശരിയായ നിലപാടല്ല പാകിസ്ഥാൻ്റെത്, അതുപോലെ കാർഗെയൊക്കെ പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഈ രാഹുൽ ഗാന്ധിക്കും കാർഗെയ്ക്കും അപ്പുറത്തേക്ക് ശശി തരൂർ പറയുന്നത്. അപ്പോൾ ശശി തരൂർ പറയുന്നതിന് ലോകമാകെ ഒരു മാനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും മോദിക്കൊപ്പം വീണ്ടും തരൂർ നിൽക്കുന്നു എന്ന രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കാനും ചിലർ ശ്രമിക്കുന്നില്ലേ? നേരത്തെ പോലും ഈ തരൂരിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? തരൂരിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ശരിയാണെന്ന് ഞാൻ വിളിച്ചു പറയും. അതെ, അത് മോദി ചെയ്താലും വേറെ ആര് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്ന നിലപാടാണ് നേരത്തെ ഉണ്ടായത്. അത് തന്നെയാണ് ഈ പഹൽഗാം ആക്രമണത്തിലും ഇപ്പോൾ അദ്ദേഹം പ്രകടമാക്കുന്നത്. നേരത്തെ ട്രംപിൻ്റെ കാര്യത്തിലാണല്ലോ ഇത് വലിയ വിവാദമായത്. അതെ, കാരണം ട്രംപുമായിട്ട് മോദി കൂടിക്കാഴ്ച നടത്തിയത് നല്ല ഒരു നയതന്ത്ര സമീപനമായിരുന്നു എന്ന് പറഞ്ഞ് മോദിയെ പുകഴ്ത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷം ആണ് ഇപ്പോൾ ഈ വിഷയം വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. പലപ്പോഴും ഈ സൈദ്ധാന്തികമായിട്ട്
ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് പോലും തികച്ചും വ്യത്യസ്തമായ ഒരു ഡയലോഗാണ് തരൂരിൽ നിന്ന് പോന്നിരിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡയലോഗ്. അതങ്ങനെ കണക്കാക്കേണ്ട. അതിനെ പിന്നെ പെട്ടെന്ന് തരൂർ BJP-യിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അത് വായിക്കാൻ തുടങ്ങുന്നതിൽ ഒരു കഥയുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ വായിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ തരൂർ BJP നിൽക്കുന്നതാണ്. അത് കോൺഗ്രസ്സുകാർ തന്നെ ഇയാളെ BJP-കാരനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം പോകേണ്ടത്. അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു രീതി അതാണ്. അതല്ല ഇവർ ചെയ്യേണ്ടത്. ശരിക്കും നമ്മുടെ രാഷ്ട്രീയത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പാർട്ടിയുടെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് നടക്കാം. പക്ഷേ സമൂഹം നേരിടുന്ന പൊതുപ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ പാർട്ടി രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്ന ആ സാധനം മാറ്റിവെക്കണം. ആ സാധനം മാറ്റിവെച്ചിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്താണോ ആ തീരുമാനത്തിനൊപ്പം എല്ലാവരും കൂടി നിൽക്കുന്നൊരു സാഹചര്യം വരണം. ഇപ്പോൾ ഈ വിഷയത്തിൽ അങ്ങനത്തെ ഒരു രീതി നമ്മൾ പ്രകടമാക്കി കഴിഞ്ഞു. കാരണം സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി. ആ സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പങ്കെടുത്തിട്ട് പറഞ്ഞു, എല്ലാ അധികാരവും ഇന്ത്യ ഗവൺമെൻറ്റിന് ഞങ്ങൾ നൽകുകയാണ്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുവോ അതിനൊപ്പം ഞങ്ങളുണ്ടാവും, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എന്ന് സമീപനമെടുത്തിരിക്കും. ആ സമീപനത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിൻ്റെ ഈ പ്രഖ്യാപനം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. മാത്രമല്ല ഏറ്റവും പെട്രിയറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് കൂടി അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ രാഹുലോ മറ്റു കോൺഗ്രസ് നേതാക്കളോ ഒക്കെ പറയുന്നതിനേക്കാൾ ഈ ശശി തരൂർ സംസാരിക്കുമ്പോൾ രാജ്യസ്നേഹം നല്ലപോലെ സ്ഫുരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലപാടാണ് BJP-യുടെ, ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രി ആയിക്കോട്ടെ, ഇവരെടുക്കുന്ന ഒരു നിലപാട്. അപ്പോൾ ഈ ക്യാബിനറ്റിലെ ഒരു അംഗമാണ് ശശി തരൂർ എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് അത്രയും ഒരു എന്താ പറയുന്നത് നിർണായക സമയത്ത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട. അപ്പോൾ ഇതൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിക്കുന്നതല്ലേ? അല്ല, കോൺഗ്രസ് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. കോൺഗ്രസ് ശശി തരൂർ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കേണ്ടത്. അത് സംസാരിക്കാനായിട്ട് കോൺഗ്രസ്സിന് പറ്റാതെ പോകുന്നത് കോൺഗ്രസിൻ്റെ പോരായ്മകളായിട്ടായിരിക്കും വരും കാലത്ത് എന്ത് ചെയ്യുന്നത്, വിലയിരുത്തപ്പെടുക. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ശശി തരൂർ എന്ത് നിലപാടെടുത്തിരിക്കും, എന്തുകൊണ്ട് സ്വീകാര്യത കിട്ടിയത്? അതിന് സ്വീകാര്യത കിട്ടാൻ കാരണം അതിൻ്റെ അകത്തൊരു ഹാർട്ട്, ഒരു ഹൃദയമുണ്ട്. ആരുടെ ഹൃദയമാണ്? ഇന്ത്യയിലെ വെറും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ്റെ വികാരം. ആ വികാരം ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിന് തിരിച്ചടി കൊടുക്കുക. മറ്റ് വിഷയങ്ങൾ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ സൈന്യത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്. ഇപ്പോൾ സൈന്യത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സൈനികർക്കും സൈന്യ നേതൃത്വം കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം എന്താണ്? ആദ്യം നിങ്ങൾ അനുസരിക്കൂ, യു ഫസ്റ്റ് ഒബേ എന്നാണ് പറയുന്നത്. നിങ്ങൾ അനുസരിക്കൂ, പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എങ്കിൽ മാത്രമേ അതിന് ഫോഴ്സ് ഉണ്ടാവും, എങ്കിൽ മാത്രമോ അത് ഷാർപ്പായി തീരുകയുള്ളൂ, എങ്കിൽ മാത്രമാണ് അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് പരസ്പരം മറ്റു കാര്യങ്ങൾ സംസാരിച്ച് സമയങ്ങളെ നേരമില്ല. നമ്മൾ ഒറ്റക്കെട്ട് ഒരുമിച്ച് നിൽക്കുന്നു, അടിക്കുന്നു, തകർക്കുന്നു. ഈ ഒരു സമീപനത്തിന് മാത്രമേ ഇപ്പോൾ പ്രസക്തിയുള്ളൂ എന്നതാണ് തരൂർ നമ്മളുടെ മുന്നിൽ നൽകിയിരിക്കുന്നതായിട്ടുള്ള സന്ദേശം. അതുകൊണ്ട് അതിൻ്റെ സ്വീകാര്യത വളരെ വലുതാണ്. ഈ സമയത്ത് അദ്ദേഹം അങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം BJP-യുടെ നാവായി സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അവിടെ ഉണ്ടായ ആക്രമണത്തിൽ പങ്കെടുത്തവരും ഗൂഢാലോചന നടത്തിയവരും എല്ലാം തന്നെ നമ്മുടെ ശത്രുക്കളെ തക്കതായ ശിക്ഷ നൽകും. അപ്പോൾ എൻ്റെയും ഈ രാജ്യത്തിൻ്റെയും ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലാണ് ആക്രമണം നടത്തിയത്. അതേ വികാരത്തോടു കൂടിയാണ് ശശി തരൂർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കോ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കോ ഈ രീതിയിൽ പറയാൻ പറ്റാത്തത്? അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ ഇത്തരത്തിൽ ഒന്നിച്ച് നമ്മുടെ സർക്കാരിന് പിന്തുണ കൊടുക്കണമെന്ന് പറയുന്നത്? ഇപ്പോൾ ഇസ്രയേലിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നെതന്യാഹുവിൻ്റെ കൂടെ നിൽക്കുകയാണ് അവിടുത്തെ പ്രതിപക്ഷം. അതുപോലെ ഓരോ രാജ്യത്തും രാജ്യസ്നേഹം എന്ന് പറയുന്നത് ആ ഭരണകൂടത്തിനെതിരായിട്ട് വിധ്വംസ പ്രവർത്തനങ്ങൾ ആര് നടത്തുന്നോ അപ്പോൾ അവരെ എതിരാൻ വേണ്ടി ആ ഭരണകൂടത്തിനെ പിന്തുണയ്ക്കുകയാണ്. ഇവിടെയും പിന്തുണച്ചില്ലെങ്കിൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം. അല്ല, ഇതിൻ്റെ ഒരു സ്വഭാവം കുറച്ചും കൂടി മാറേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മാറിയാൽ മാത്രം, ഇപ്പോൾ ഇസ്രായേലിൽ ശരിയാണ്, അവിടുത്തെ ബന്ദികളെയൊക്കെ പിടിച്ചിട്ട് എൻ്റെ പേരിൽ നെതന്യാഹുവിനെതിരായിട്ട് പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും വരെ നടക്കും. അതെ, എങ്കിലും ഒന്ന് രൂക്ഷമായി കഴിയുമ്പോൾ ഒരൊറ്റക്കെട്ടായി നിന്ന് അടിച്ച് തകർക്കട അവനെ എന്നാണ് പറയുന്നത്. ഞങ്ങളുണ്ട് കൂടെ. അങ്ങനെയാണ്, അത് ഇവിടെയും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ നമുക്കറിയാം ഇത് എത്ര സിവിയറായി മാറുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് അത്രയും പേര് അവർ കശാപ്പിയായിട്ട് അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ചകളുണ്ടാകുന്നു. തുടർച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സംഭാഷണങ്ങളുടെ സ്വഭാവം മാറും. ഈ സംഭാഷണങ്ങളെല്ലാം
ഒരൊറ്റ വേവ് ലെങ്തിൽ സഞ്ചരിക്കുന്നതായിട്ട് മാറിത്തീരും. അതാണ് ഇന്ത്യയുടെ പവർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതായിരിക്കും. അങ്ങനെയുള്ള രീതികളിലേക്ക് കാര്യങ്ങൾ പതുക്കെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയണം. അങ്ങനെയാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഒറ്റക്കെട്ടാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ. അവരെ അടിക്കുക, തകർക്കുക, തരിപ്പണമാക്കുക, അതല്ലാണ്ട് മറ്റൊരു മുദ്രാവാക്യം ഇതിൻ്റെ മുന്നിലില്ല. അതെല്ലാം അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.